1999 ജാനുവരി 22 ഒഡീഷയിലെ ഓസ്ട്രേലിയൻ മിഷണറിയായിരുന്ന ഗ്രഹാം സ്റ്റെയിനെയും ഉറങ്ങിക്കിടന്ന 2 മക്കളെയും ചുട്ടുകൊന്ന കേസിലെ പ്രതിയായ ചെങ്കു ഹൻസ്ദ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു. 2025 ജൂൺ മാസത്തിലാണ് ഹൻസ്ദ ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചത്. ഒഡീഷയിലെ പ്രമുഖ മാധ്യമപ്രവർത്തകനായ ദയാശങ്കർ മിശ്രയ്ക്ക് നൽകിയ വീഡിയോ അഭിമുഖത്തിലാണ് ഹൻസ്ദ ഇക്കാര്യം വ്യക്തമാക്കിയത്. 1999 ജനുവരി 22 അർദ്ധരാത്രിയിൽ വാഹനത്തിൽ കിടന്നുറങ്ങിയ 58-കാരനായ ഗ്രഹാം സ്റ്റെയിനെയും മക്കളായ 10 വയസ്സുള്ള ഫിലിപ്പിനെയും 6 വയസ്സുള്ള തിമോത്തിയെയും ക്യോഞ്ചിഹാർ ജില്ലയിലെ മനോഹർപൂർ ഗ്രാമത്തിൽ വെച്ചാണ് ഹിന്ദുത്വ തീവ്രവാദികളായ ബജ്റംഗ് ദൾ പ്രവർത്തകർ ചുട്ടരിച്ചത്. 2 പതിറ്റാണ്ട് മുൻപ് ധാരാസിംഗ് എന്ന കുപ്രസിദ്ധ ഗുണ്ടയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഹീനകൃത്യം ഇന്ത്യയെ നടുക്കിയ വാർത്തകളിലൊന്നായിരുന്നു. ധാരാസിംഗിനൊപ്പം കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത പ്രതികളിൽ ഒരാളായിരുന്നു അന്ന് 14-കാരനായ ചെങ്കു ഹൻസ്ദ. 9 വർഷം ദുർഗുണപരിഹാര പാഠശാലയിൽ തടവുശിക്ഷ അനുഭവിച്ച ഹൻസ്ദ ഗോസംരക്ഷക സംഘടനയിലെ തലവനും ഗുണ്ടാ നേതാവുമായിരുന്ന ധാരാസിംഗിന്റെ അടുത്ത അനുയായിയായിരുന്നു. സത്യമെന്തെന്നും താൻ ചെയ്യുന്നതെന്തെന്നും താൻ അറിഞ്ഞിരുന്നില്ലെന്നും നിർദോഷിയായ വിദേശ മിഷണറിയെയും മക്കളെയും ദാരുണമായി കൊലപ്പെടുത്തിയതിൽ കുറ്റബോധത്താൽ താൻ ഇക്കാലമത്രയും നീറി പുകയുകയായിരുന്നുവെന്നും സ്വന്തം ഭാര്യയും 2 സഹോദരിമാരും അകാലത്തിൽ വേർപിരിഞ്ഞത് തന്നെ വല്ലാതെ അസ്വസ്ഥനാക്കിയെന്നും അതുകൊണ്ട് മനസമാധാനം തേടി താൻ പലയിടത്തും അലഞ്ഞുവെന്നും ഒടുക്കം ക്രിസ്തുവിലാണ് താൻ യഥാർത്ഥ ക്ഷമയും സമാധാനവും അനുഭവിച്ചതെന്നും ചെങ്കു ഹൻസ്ദ പറയുകയുണ്ടായി. മതം മാറ്റത്തിനായി പുരോഹിതരോ മറ്റാളുകളോ തന്നെ നിർബന്ധിച്ചിട്ടില്ലെന്നും തന്റെ അന്തരാത്മാവിൽ നിന്നുള്ള ശബ്ദമാണ് തന്നെ ക്രിസ്തുവിൽ എത്തിച്ചതെന്നും ഹൻസ്ദ പറയുകയുണ്ടായി. ക്രിസ്തുവും ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യരും മനുഷ്യരെ സ്നേഹിക്കുന്നെങ്കിൽ, സ്നേഹത്തിലേക്ക് ക്ഷണിക്കുന്നെങ്കിൽ മനുഷ്യരെ ദ്രോഹിക്കുന്ന പ്രവർത്തികളാണ് ബജ്റംഗ് ദൾ പ്രവർത്തകർ ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് എന്തെന്ന് പോലും അവർക്കറിയില്ലെന്നും ഹൻസ്ദ അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തു. ഹൻസ്ദയുടെ ഗ്രാമത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുന്നവർ എല്ലാവരും തന്നെ കത്തോലിക്കരല്ലെങ്കിലും അക്രമം ഉപേക്ഷിച്ച് നല്ല ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്ന ചെങ്കു ഹൻസ്ദ പോലെയുള്ള ഹിന്ദു തീവ്രവാദ പക്ഷത്തുള്ളവരുടെ മാനസാന്തരങ്ങൾ ഇന്ന് ഒഡീഷ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പതിവാണ്. ഒഡീഷയിലെ കോൺഗ്രസ് മിനിസ്റ്ററായിരുന്ന നാഗാർജുൻ പ്രധാൻ 2008 കാന്തമാലിലുണ്ടായ ആക്രമണത്തിനുശേഷം ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചതും വാർത്തയായിരുന്നു. നാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്.